ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തെല്ലാം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ എത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് എടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, ഇനി നിങ്ങൾ എന്ത് എനർജിയിലാണുള്ളത്, ഇന്നത്തെ ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം. ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സുമായിട്ടോ ഓരോ പുറത്തു പോവുകയോ ഒക്കെ ചെയ്യുന്ന ഒന്ന് ആഘോഷത്തിൽ പങ്കെടുക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ സെയിം വേവ് ലെങ്ത് ഉള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളുടെ കൂടെ പഠിച്ച കുട്ടികളായിരിക്കാം, നിങ്ങളുടെ കൂടെ പണ്ട് വർക്ക് ചെയ്തിരുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരിക്കാം. എന്തായാലും ഇന്ന് ഒരു ആഘോഷത്തിന്റെ ദിവസമാണ്. വളരെയധികം ഹാപ്പി ആയിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ആ ഒരു സമയമെങ്കിലും വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഇരിക്കുന്ന ആ ഒരു സമയം നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ചില ആൾക്കാരെങ്കിലും സഹായം ആവശ്യമുള്ള അല്ലെങ്കിൽ സപ്പോർട്ട് ആവശ്യമുള്ള ഒരാളിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. ചിലപ്പോൾ അവർ എന്തെങ്കിലും അംഗവൈകല്യമുള്ള ആൾക്കാരായിരിക്കും, നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ട്. അപ്പം അതിൽ നിങ്ങൾ ഇന്ന് കൂടുന്ന ആൾക്കാരിൽ ആരെങ്കിലും ചിലപ്പോൾ ഒരു അംഗവൈകല്യമുള്ള ആളുണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട്. ചിലപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളിന്നൊരു പാർട്ടി നടത്തുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊന്ന് കൂടുന്നുണ്ടായിരിക്കാം. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പം നിങ്ങൾ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ് അവരെ ഒന്ന് സന്തോഷിപ്പിക്കണം, അല്ലെങ്കിൽ ഈ സമയത്ത് എന്തെങ്കിലും അസുഖമായിരിക്കുന്നവരോ അല്ലെങ്കിൽ അസുഖത്തിൽ നിന്ന് റിക്കവർ ആയ ആൾക്കാരോ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ ഒക്കെ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നു അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ അവർക്ക് നടക്കാൻ പറ്റാത്ത ആൾക്കാരായിരിക്കാം, എന്തെങ്കിലും സർജറി കഴിഞ്ഞ ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് കഴിഞ്ഞ് കിടക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിലെ ഒരു കാലിന് സുഖമില്ലാത്ത ആൾക്കാരോ അങ്ങനെയൊക്കെ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഫോർ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇതില്. നിങ്ങളെ ഇങ്ങനെ എന്ത് ചെയ്താലും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. നിങ്ങളുടെ കൂടെ തന്നെയുള്ള ആൾക്കാരാണ്. നിങ്ങൾ വീട്ടിലായാലും എന്ത് ചെയ്താലും, എത്ര നന്നായിട്ട് ചെയ്താലും അവർക്കത് താല്പര്യപ്പെടില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ അത് നിങ്ങളുടെ ഓഫീസിലായിരിക്കും, നിങ്ങളുടെ ഒരു മാനേജറോ ഒക്കെ നിങ്ങൾ എത്ര നല്ലതായിട്ട് പെർഫോം ചെയ്താലും അവർക്കത് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റൂല. അപ്പോൾ എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ അത് കുറ്റം മാത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, നിങ്ങളുടെ നന്മകളൊന്നും കാണാത്ത, നിങ്ങളെ ഡീപ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആൾക്കാർ കാണും. അവരെ ഇന്നത്തെ ദിവസം നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുക. അപ്പം നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെ ഒരു ചലഞ്ചസ് ആണ്. ആ ചലഞ്ചിനെ ഭംഗിയായിട്ട് ഏറ്റെടുക്കാൻ ശ്രമിക്കുക, അല്ലാതെ അതിൽ വിഷമിച്ച് കൺഫ്യൂസ്ഡ് ആകുകയല്ല ചെയ്യാൻ. പലപ്പോഴും നിങ്ങളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ഭൂതകണ്ണാടി വെച്ചുകൊണ്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങളുടെ കൂടെ. ചിലപ്പോൾ വീട്ടിലായിരിക്കാം, ചിലപ്പോൾ അത് ഓഫീസിലായിരിക്കാം കേട്ടോ, രണ്ടും ആയിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാരെ ഇന്നത്തെ ദിവസം നിങ്ങൾ മൈൻഡേ ചെയ്യണ്ട. കാരണം നിങ്ങൾ ചെയ്യാത്ത എന്തെങ്കിലും കാര്യം മാത്രം കണ്ടുപിടിച്ച് പറയുന്നു എന്നുള്ളത്. നിങ്ങൾ 100 കാര്യം ചെയ്തിട്ട് ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ ആ ചെയ്യാത്ത ഒരു കാര്യത്തെ മാത്രം ഫോക്കസ് ചെയ്തവർ നിങ്ങളെ വഴക്ക് പറയുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പം നമ്മൾ നന്നായിട്ട് ദൈവത്തെ വിളിക്കുക, അത്രയേ ഉള്ളൂ അതിൻ്റെ ഫലം. കാരണം ഇതൊരു കാർമിക് സിറ്റുവേഷൻ ആയിരിക്കാം. ഇവർക്ക് നമ്മൾ പാസ്റ്റിൽ ഒരു കർമ്മം കൊടുത്തിട്ടുണ്ടായിരിക്കും, അത് അവർ ഈ ഒരു സമയം തിരിച്ചു തരുന്നു എന്നുള്ളതാണ്. നോക്കാം, 8 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആക്റ്റീവായിട്ട് ജോലി ചെയ്യാൻ ശ്രമിക്കുക.
നമുക്ക് ഇവര് അല്ലെങ്കിൽ നമ്മളുടെ കൂടെയുള്ള ആൾക്കാർ ആരെങ്കിലും നമ്മളെ ബുദ്ധിമുട്ടിക്കാനോ ഉപദ്രവിക്കാനോ നമ്മളെ കോൺഫിഡൻസ് ലെവൽ കുറയ്ക്കാനോ ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതിൽ വലിയ താല്പര്യമൊന്നും കാണിക്കാതിരിക്കുക. നമ്മളൊന്നും അത് കാര്യമായിട്ട് എടുക്കാതിരിക്കുക. ഇതൊന്നും എൻ്റെ ജീവിതത്തിന്റെ ഭാഗമല്ല, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി തൽക്കാലം എൻ്റെ ജീവിതത്തിന്റെ ഭാഗമല്ല എന്ന് വിചാരിക്കുക. ചിലപ്പോൾ നമ്മളുടെ വീട്ടിലാണെങ്കിൽ ഇവരെ ഒഴിവാക്കി കളയാനൊന്നും പറ്റൂല. പക്ഷേ നമുക്ക് മനസ്സിലാക്കാം, ഇവർക്ക് ഈ ഒരു സമയം അവരങ്ങനെ ചെയ്തോട്ടെ, ഈ ഒരു സമയം ഇവരുടെ ജീവിതത്തിന്റെ ഭാഗമല്ല എന്ന് വിചാരിച്ച് നമ്മൾ നമ്മളുടെ കാര്യം ഭംഗിയായിട്ട് ചെയ്യുക. അത് മാക്സിമം ഭംഗിയാക്കാൻ ശ്രമിക്കുക. അത് അവർക്ക് വേണ്ടിയിട്ടല്ല. ഇത് ഇവരെ കൊണ്ടൊരു അപ്രീസിയേഷൻ ഒന്നും കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ബെറ്റർ. ഈ ഒരാള് നമ്മളെ കുറ്റം പറയുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ നമുക്ക് സംഭവിക്കുന്നത്, നമ്മളിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഇതിനെ ഒരു പോസിറ്റീവായിട്ട് മാത്രം എടുക്കുക. അപ്പോൾ അവർ ഒരു കുറ്റം അല്ലെങ്കിൽ അവരൊരു മിസ്റ്റേക്ക് നമ്മളെ കാണിച്ചു തരുന്നുണ്ടെങ്കിൽ, നമ്മളെ നന്മകളൊന്നും കാണാതെ അവർ നമ്മുടെ മിസ്റ്റേക്കാണ് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ, ആ ഒരു മിസ്റ്റേക്ക് നമ്മൾ തിരുത്താൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. അതിലങ്ങനെ ആ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ എടുക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ബെറ്റർ ആകേണ്ടത് നമ്മളുടെ മാത്രം ആവശ്യമാണ്. ഇതുകൊണ്ട് ഗുണമുള്ളത് നമുക്ക് മാത്രമാണ്. അപ്പം അത് കാണിച്ചു തന്ന അവർക്ക്, അല്ലെങ്കിൽ അവർ നമ്മളെ ട്രിഗർ ചെയ്ത് അതായ ലെവലിലേക്ക് എത്തിക്കുന്ന അവർക്ക് ഒരുപാട് നന്ദി പറയുക. നോക്കാം, ജഡ്ജ്മെന്റ് ആണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഏത് ലെവലിൽ എത്തണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ആ ഒരു വേയിലൂടെ നിങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രപഞ്ചം നൽകുന്ന സൂചനകളെ നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. പലപ്പോഴും നമ്മൾ ദൈവത്തോട് അല്ലെങ്കിൽ പ്രപഞ്ചത്തോട് ചോദിക്കുക, എനിക്ക് ഇങ്ങനെ ഒരു അടയാളം തരണം എന്ന് പറയുക. നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് അത്രയും സ്പിരിച്വൽ ആണെങ്കിൽ മാത്രമേ അത് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഇങ്ങനെ ഒരു കാര്യം, ഈ ഒരു കാര്യം ശരിയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അടയാളം തരിക. അപ്പം ദൈവം ആ ഒരു അടയാളം അവിടെ കൊണ്ടെത്തിച്ചു തരും എന്നുള്ളതാണ്. അപ്പം അതിൽ നമ്മൾ വിശ്വസിക്കുക. അപ്പം നമ്മളുടെ പ്രോഗ്രസ് ആണ് അതിനെ കാണിക്കുന്നത്. നമ്മൾ സ്പിരിച്വൽ പാത്തിലാണ്. അപ്പം നമുക്ക് ഒരുപാട് സ്ട്രഗിളും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പോകുന്നത് മുന്നോട്ട് തന്നെയാണ് എന്ന് ദൈവം കാണിച്ചു തരും. നമ്മളുടെ കർമ്മത്തിന്റെ ഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ ഒരു എനർജിയും, നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിയും നമ്മൾ റിസീവ് ചെയ്യാതിരിക്കുക. മാത്രമല്ല, നമ്മൾ മുന്നോട്ട് പോകുമ്പം നമുക്ക് ഒരുപാട് പ്രതിബന്ധങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ നമ്മളുടെ ശത്രുക്കളുടെ നീക്കങ്ങൾ നമ്മളിങ്ങനെ ശ്രദ്ധിക്കാതിരിക്കുക. അത് പലപ്പോഴും അങ്ങനെ ഒരു കാര്യം, അവരെന്ത് ചെയ്യുന്നു, അവരെന്താണ് നമ്മളെക്കുറിച്ച് ഇപ്പം എന്താണ്, ആ ഒരു വ്യക്തി ഇപ്പം നമ്മളെ ബുദ്ധിമുട്ടിച്ച ഉപദ്രവിച്ച ഒരാള് ഇപ്പം നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നൊക്കെ കേൾക്കുകയും തിരക്കുകയും ചെയ്യുന്ന ആൾക്കാർ ആ ഒരു കാര്യം മതിയാക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ആ ഒരു എനർജി നിങ്ങൾ പൂർണ്ണമായും നിങ്ങൾ വിട്ട് കളയണം എന്നുള്ളതാണ്. കിങ് ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. ചിലപ്പോൾ ചില ആൾക്കാർ രാത്രി വരെ ഇരുന്ന് പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ചിലപ്പം വർക്ക് തീരാതിരുന്ന് ഇന്നലെ രാത്രിയും ഒരുപാട് നേരം ലേറ്റായിട്ട് നിങ്ങൾ കിടന്നിട്ടുണ്ടായിരിക്കും. ഒത്തിരി പണി തീർക്കാനുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ടും നിങ്ങൾ നിറവേറ്റാൻ ഇപ്പം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ശരിക്കും കോൺഫിഡൻസോടുകൂടി നിങ്ങളുടെ ജോലി പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ജോലി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറ്റാരിൽ നിന്നെങ്കിലും എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റാരിൽ നിന്നും പഠിക്കാൻ ശ്രമിക്കുക. നമ്മളതിൽ ഒരു ഈഗോയും വെക്കാതിരിക്കുക. കാരണം നമ്മൾ ഏറ്റവും നല്ലതാകാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു ഏറ്റവും നല്ല ബെറ്റർ വെർഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളത് കൂടുതൽ എഫേർട്ട് എടുക്കണം എന്നുള്ളതാണ്. നമ്മളെ നന്നാക്കാൻ കൂടുതൽ എഫേർട്ട് നമ്മൾ എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനെ ഒരു ചിന്തയിലാണ് എന്നുള്ളതാണ് കാണുന്നത്. ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഒരു നല്ല ഒരു ഓഫർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒരു നല്ല ജോബ് ഓഫർ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യം പഠിക്കാൻ പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച ഒരു കാര്യം അത് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്നത്തെ ദിവസം വരുന്നുണ്ട്. നിങ്ങൾ അതിൽ വളരെയധികം സന്തോഷിക്കുന്നു എന്നുള്ളത് ഒരു അതിശയമൊക്കെ ഉണ്ടാകാം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ച പാസ്റ്റിൽ നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യം അത് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്.
ഹെർമിറ്റാണ്. ഇതിൽ ഹെർമിറ്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ ഒരു ഹെർമിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ, സ്പിരിച്വൽ വർക്കുകൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ സോള് ആ ഒരു കാര്യം ഇപ്പോൾ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ സ്പിരിച്വൽ വർക്ക് പൂർത്തിയാകാത്ത ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ചെയ്തിരുന്ന പല കാര്യങ്ങളും അത് നിങ്ങൾ പൂർത്തിയാക്കാതെ ശരിക്കും വിട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു ജന്മത്തിൽ അതിൻ്റെ ട്രോമ, അതിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു ജന്മം നിങ്ങളത് ഫുൾഫിൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്നോ, ഹീലിംഗ് ഒക്കെ പഠിക്കണമെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഒന്ന് ഇൻവോൾവഡ് ആവണമെന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം തോന്നുന്നു. അത് നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ചെയ്തിരുന്ന ഒരു കാര്യം ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സ്പിരിച്വൽ പ്രാക്ടീസസ് എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, ആ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അത് ചിലപ്പം പെൻഡുലം ഡൗസ് ചെയ്യുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത്. ഇതൊരു ഹാങ്ഡ് മാൻ്റെ എനർജിയാണ്. നിങ്ങൾ ഒരു പുതിയ ഒരു കാഴ്ചപ്പാടിലൂടെ ചില കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻസൈറ്റ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു കാര്യം അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യം കുറേ കാലം കൊണ്ട് മനസ്സിലിട്ട് അതെന്താണ് ചോദിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇതിങ്ങനെയാണ് ഈ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇത് ഈ ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഒരു സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ ഒരു സമയമാണ് ഈ ഒരു സമയം. കാരണം അതാണ് ഹെർമിറ്റും ഇത് ഹാങ്ഡ് മാനാണ്. അപ്പോൾ ഹെർമിറ്റും ഹാങ്ഡ് മാനും ഒക്കെ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ്. അപ്പം നിങ്ങളുടെ ആ ഒരു പ്രോസസ്സ് നടക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ചക്രയൊക്കെ ആക്ടിവേറ്റ് ആകുന്നുണ്ടായിരിക്കും, കുണ്ടലിനെ റേസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അതിൻ്റെതായ കുറേ ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരിക്കും, മാനസികമായ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. നമ്മുടെ ചക്രാസിൽ കുറേയധികം ബ്ലോക്കേജസ് വന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു ചക്രയിൽ നിന്ന് അത് ചിലപ്പം നിങ്ങളുടെ ഒരു കുണ്ടലിനെ റേസ് ചെയ്ത് ചിലപ്പോൾ ഹാർട്ട് ചക്രയിൽ എത്തി നിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഹാർട്ട് ചക്രയിൽ ഒരുപാട് വേദനകളൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അതിന്ന് ഹാർട്ട് ചക്രയിൽ നിന്ന് അടുത്ത് ത്രോട്ട് ചക്രയിലോട്ട് പോകാൻ പറ്റൂല. അത് ക്ലെൻസ് ചെയ്ത് അത് ഹാർട്ട് ചക്ര അതിൽ നിന്ന് ഒന്ന് ത്രോട്ട് ചക്രയിലേക്ക് പോകണമെങ്കിൽ ഹാർട്ടിന്റെ ചക്ര ആദ്യം ഒന്ന് ക്ലെൻസ് ആകണം, എനർജൈസ് ആകണം. അത് അതിൻ്റെതായ കർമ്മങ്ങൾ കൃത്യമായിട്ട് നിർവഹിച്ചാൽ മാത്രമേ അത് ത്രോട്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ ചക്രാസൊക്കെ പല സ്ഥലങ്ങളിൽ ബ്ലോക്ക് ആയിരിക്കുന്നുണ്ടായിരിക്കണം. ചില ആൾക്കാർക്ക് ഇത് സഹസ്രാരത്തിൽ വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആജ്ഞയിൽ വന്ന് നിൽക്കുന്നുണ്ട്, മുകളിലോട്ട് പോകണില്ല എന്നുള്ളത്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമായിരിക്കും. അതാണ് ഈ ഹാങ്ഡ് മാൻ പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ സഹസ്രാരത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആജ്ഞയിൽ ചിലപ്പോൾ ഈ ഒരു ഏവേക്കണിങ് വന്ന് നിൽക്കുന്ന കുണ്ടലിനി റൈസ് ചെയ്ത് അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. തലവെരുപ്പോ തലവേദനയോ ക്ഷീണമോ തളർച്ചയോ അകാരണമായ ഭയമോ ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ആവശ്യമില്ലാത്ത സ്വപ്നങ്ങൾ കാണുകയൊക്കെ ചെയ്യാതിരിക്കാം. പക്ഷെ അത് നിങ്ങൾ വേറൊന്നും ചെയ്യണം. നിങ്ങൾ ഇപ്പം എന്ത് പ്രോസസ്സാണോ ചെയ്യണത്, എന്ത് സ്പിരിച്വൽ ആയിട്ടുള്ള വർക്ക് എന്താണോ ചെയ്യണം, അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. ചക്ര മെഡിറ്റേഷൻ ദിവസവും ചെയ്യാൻ ശ്രമിക്കുക. വീണ്ടും ഇതിലൊരു ഫുൾ കാർഡാണ്. അപ്പം നിങ്ങൾ വീണ്ടും ഒരു ചാൻസ് എടുക്കാൻ തീരുമാനിക്കുന്നു. എന്തോ ഒരു കാര്യം, വിട്ടിട്ട് പോയൊരു കാര്യം, മതിയാക്കിയൊരു കാര്യം, വീണ്ടും ഒരു ചാൻസ് എടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇന്ന് ഒരു പുതിയ ജോലിക്ക് പോകുന്ന ഒരു എനർജി ഉണ്ട്, അല്ലെങ്കിൽ പുതിയ എന്തോ ഒരു കാര്യം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. പുതിയ ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി നിങ്ങൾ ജീവിതത്തെ കാണുന്നു എന്നൊക്കെയാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഒരു പുതിയ തുടക്കമാണ് ഫുൾ കാർഡ് വന്നിട്ടുള്ളത്. നോക്കാം. ആർക്കേഞ്ചൽ ഗബ്രിയലാണ് വന്നിട്ടുള്ളത്. 5th ചക്രയാണ് നിങ്ങളുടെ ത്രോട്ട് ചക്ര. ഇതില് ചിലപ്പം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കുണ്ടലിനി റൈസ് ചെയ്ത് ത്രോട്ട് ചക്രയിൽ വന്ന് നിൽക്കുന്ന ആൾക്കാരുടെ എനർജിയാണത്. നിങ്ങൾക്ക് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. ചില കാര്യങ്ങൾ നമുക്ക് പലതും പറയണമെന്നുണ്ട്, ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ചിലപ്പോൾ പറ്റുമെന്ന് വരില്ല ത്രോട്ട് ചക്ര ബ്ലോക്ക് ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ ഇപ്പം കുണ്ടലിനി റൈസ് ചെയ്ത് ത്രോട്ട് ചക്രയിൽ വന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് അവിടെ സ്റ്റക്കായി നിൽക്കുന്നു എന്നുള്ളതാണ്. അത്
ക്ലെൻസ് ചെയ്യാൻ നോക്കുക. മാത്രമല്ല ഇന്ന് ആർക്കേഞ്ചൽ ഗബ്രിയേൽ മാലാഖയെ വിളിച്ച് നിങ്ങൾ ത്രോട്ട് ചക്ര ഹീൽ ചെയ്ത് തരാൻ പ്രാർത്ഥിക്കുക. അപ്പം അങ്ങനെ ത്രോട്ട് ചക്ര ഹീൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് അടുത്ത് ആജ്ഞാചക്രത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഗബ്രിയേൽ മാലാഖ ഇന്നത്തെ ദിവസം നിങ്ങൾ ത്രോട്ട് ചക്ര ഹീൽ ചെയ്യും. പിന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്ന പാസ്റ്റിൽ ചിലപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് പറയാൻ പറ്റിയിരുന്നില്ല എങ്കിൽ മനസ്സിൽ മാത്രം വെച്ചിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്, ചില ആൾക്കാരോട് ചില കാര്യങ്ങൾ അത് പറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ അത് വിശ്വസിക്കണം എന്നില്ല. അത് ത്രോട്ട് ചക്ര ബ്ലോക്കായി ഇരുന്നുള്ള കുഴപ്പമാണത്. അപ്പം നിങ്ങൾ ഇന്നത്തെ ദിവസം പക്ഷെ അത് ആക്റ്റീവ് ആകുന്ന ഒരു എനർജിയാണ്. ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗബ്രിയേൽ മാലാഖയെ വിളിക്കണം എന്നുള്ളതാണ് കാണുന്നത്. ഇതിൽ ഡോക്ടർ റൊമാൻസ് ആണ്. നിങ്ങൾക്കൊരു പ്രണയം വരുന്നു എന്നുള്ളതാണ്. അത് സെൽഫ് ലവ് ആണ് കേട്ടോ. നിങ്ങൾ നിങ്ങളെ തന്നെ പ്രണയിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെപ്പോഴും നമ്മളെ പ്രണയിക്കുന്നത്, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാള് നമ്മളെ പ്രണയിക്കുന്നത് പോലെ ആ ആളായിട്ട് നമ്മളെ കണ്ട് നമ്മൾ പ്രണയിക്കാനാണ്. അപ്പം നമ്മളുടെ ഏറ്റവും നല്ല വെർഷൻ വരുന്നത് അപ്പോഴാണ്. നമ്മൾ ഏറ്റവും നല്ല നമുക്കൊരു പ്രണയം വരുന്ന സമയത്താണ് നമ്മളുടെ ഏറ്റവും നല്ല രൂപമായാലും ഭാവമായാലും എന്ത് കാര്യം ഏറ്റവും ഭംഗിയായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ഒരു ലവറിന്റെ അടുത്താണ്. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ കാണാം, ഒരു ലവറായിട്ട് കാണണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ അവരുടെ മുന്നിൽ ഏറ്റവും ഭംഗിയായിട്ടിരിക്കും, ഏറ്റവും നല്ലപോലെ സംസാരിക്കും, നമ്മൾ ഏറ്റവും നല്ല ആക്ടിവിറ്റീസ് ഒക്കെ പുറത്തു വരുന്ന അപ്പോഴാണ്. അത് എന്ത് ഗുണങ്ങളുണ്ടെങ്കിലും ഏറ്റവും ആ ഗുണങ്ങളൊക്കെ ഏറ്റവും നല്ലതായിട്ട് നമ്മൾ അവിടെ പ്രസന്റ് ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളെ പ്രണയിച്ച് നിങ്ങളെ തന്നെ ഒരു ലവറായിട്ട് കണ്ട് നിങ്ങളുടെ ഏറ്റവും നല്ല ഗുണങ്ങൾ അവിടെ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതിൽ നമുക്കൊരു കാർഡ് കൂടി നോക്കാം. ഇതിൽ എന്ത് ഗൈഡൻസ് ആണ് കിട്ടുന്നതെന്ന് നോക്കാം. റൂട്ട്സ് ആണ് ഇതിൽ. നിങ്ങൾക്ക് നിങ്ങളുടെ റൂട്ട്, ഇത് ഒരു റൂട്ട് ചക്രയും കൂടെയാണ് കേട്ടോ. ഇത് നിങ്ങളുടെ റൂട്ട് ചക്രയാണ്. അപ്പം നിങ്ങളുടെ റൂട്ട് ചക്ര ആക്റ്റീവ് ആകണം എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇന്ന് ഗണപതി ഭഗവാനെ നിങ്ങൾ ഭജിക്കുന്നത് നല്ലതായിരിക്കും. റൂട്ട് ചക്രയുടെ അല്ലെങ്കിൽ മൂലാധാര ചക്രയുടെ അധിപനാണ് ഗണപതി. അപ്പം നിങ്ങളുടെ റൂട്ട് ചക്ര ആക്റ്റീവ് ആയാൽ മാത്രമേ നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് റൂട്ട് ചക്രയാണ്. അപ്പം എന്നാൽ മാത്രമേ അത് ഒരു മുന്നോട്ട് പോകുമ്പോൾ ബാക്കി റൂട്ട് ചക്ര ആക്റ്റീവ് ആണെങ്കിൽ ബാക്കി എല്ലാ ചക്രയും ഒരു ഇതൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. റൂട്ട് ചക്ര ബ്ലോക്ക് ആയിരുന്ന നമുക്ക് ഭയവും നിരാശയും പ്രശ്നങ്ങളും കൊണ്ട് ബാക്കി ഒന്നും നമുക്ക് ചലിപ്പിക്കാൻ പറ്റൂല. അപ്പോൾ ഇത് ക്രിയേറ്റീവ് എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ റൂട്ട് ചക്ര ഒന്ന് സ്ട്രെങ്തൻ ആകാൻ ശ്രമിക്കുക. നിങ്ങൾ ഓം ഗം ഗണപതിയെ നമഃ എന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. ഗണപതിയെ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഉപ്പ് വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ, റൂട്ട് ചക്ര ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട്. റൂട്ട് ചക്ര ആക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ നല്ലതായിട്ട് സംഭവിക്കും കേട്ടോ. ഒരുപാട് പോസിറ്റീവ് ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോകും. ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, തടസ്സങ്ങളൊക്കെ മാറിപ്പോകും റൂട്ട് ചക്ര ആക്റ്റീവ് ആക്കിയാൽ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള മെസ്സേജ്. ഇനി നമുക്ക് പെൻഡുലം നോക്കാം. പെൻഡുലത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുക. നിങ്ങൾക്ക് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിൽ നിന്ന് വിചാരിക്കുന്ന ഒരു കാര്യം നടക്കോ ഇല്ലേ എന്ന് ഇന്ന് പെൻഡുലത്തോട് ചോദിക്കാം. നന്നായിട്ട് പ്രാർത്ഥിക്കുക. എന്നിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പം ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കോ ഇല്ലേ? പ്ലീസ് പെൻഡുല, പ്ലീസ്. ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കോ? ഇതൊരു നോയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം ഇന്നത്തെ ദിവസം നടക്കാനുള്ളൊരു സാധ്യത
കുറവാണ്. പിന്നെ ഇത് എല്ലാവർക്കും ഉള്ള മെസ്സേജ് അല്ല. കുറെ ആൾക്കാർക്ക് നടക്കുമായിരിക്കും, പക്ഷെ കുറെ ആൾക്കാർക്കും ഇന്നത്തെ ദിവസം ആ ഒരു കാര്യം നടക്കാനുള്ള സാധ്യതയില്ലെന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.